പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും യാക്കോബായ സുറിയാനി സഭയ്ക്ക് അഭിമാനിക്കാം. രണ്ട് സുപ്രധാന കാര്യങ്ങൾ സഭയുടെ കാര്യശേഷി തെളിയിക്കുന്നതായിരുന്നു. കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് സഭയും വിശ്വാസികളും സമൂഹവും ഏറ്റവും ഹൃദ്യമായ സ്വർഗീയ യാത്രയാണ് ഒരുക്കിയത്. അതിന്റെ പ്രകടമായ തെളിവായിരുന്നു ശ്രേഷ്ഠ ബാവയുടെ 40ാം അനുസ്മരണ ദിനം. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ തന്നെ സിറിയയിൽ നിന്ന് നേരിട്ടെത്തി 40ാം അനുസ്മരണ ദിന പ്രാർത്ഥനകൾ നേതൃത്വം നൽകിയതും ശ്രേഷ്ഠ ബാവയോടുള്ള സഭയുടെ ആദരവ് പ്രകടമാക്കുന്നതായി. സഭയെ സംബന്ധിച്ച് ഏറ്റവും നിർണായക പ്രഖ്യാപനവും പാത്രിയാർക്കീസ് ബാവ നടത്തി. മലങ്കര മെത്രാപ്പോലിത്തായും കാതോലിക്കേറ്റ് അസിസ്റ്റന്റുമായ ജോസഫ് മോർ ഗ്രിഗോറിയോസിനെ കാതോലിക്ക ബാവയായി ഉയർത്തുന്നതായിരുന്നു പാത്രിയാർക്കീസ് ബാവയുടെ സുപ്രധാന പ്രഖ്യാപനം. ജോസഫ് മോർ ഗ്രിഗോറിയോസിനെ തന്റെ പിൻഗാമിയാക്കണമെന്ന് കാലം ചെയ്ത ശ്രേഷ്ഠ ബാവയും നിർദ്ദേശിച്ചിരുന്നു. സഭാ സിനഡും മാനേജിംഗ് കമ്മിറ്റിയും ഇത് അംഗീകരിച്ചതോടെയാണ് പാത്രിയാർക്കീസ് കാതോലിക്ക ബാവയുടെ പ്രഖ്യാപനം ഉണ്ടായത്. ജോസഫ് മോർ ഗ്രിഗോറിയോസിന്റെ കാതോലിക്ക സ്ഥാനാരോഹണം സംബന്ധിച്ച പ്രഖ്യാപനം പിന്നീടുണ്ടാകും. സിറിയയിലെ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ പാത്രിയാർക്കീസ് ബാവ ഡിസംബർ 17 വരെയുള്ള ഭാരത സന്ദർശനം വെട്ടിച്ചുരുക്കി ചൊവ്വാഴ്ച രാവിലെ നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ലെബനോനിലേക്ക് മടങ്ങി. ലോകം വലിയ വെല്ലുവിളികളെ നേരിടുകയാണെന്നും സഹിഷ്ണുതയും സഹവർത്തിത്വവും നഷ്ടപ്പെട്ട ഇന്നത്തെ കാലഘട്ടത്തിൽ സമാധാനം ആവശ്യമാണെന്നും പ്രത്യേകിച്ച് സിറിയയിലെ ജനങ്ങൾക്കു വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്നും പാത്രിയാർക്കീസ് ബാവ അഭ്യർത്ഥിച്ചു. അതേസമയം ആധുനിക കാലഘട്ടത്തിൽ യാക്കോബായ സുറിയാനി സഭയെ പ്രതിസന്ധികളിൽ നിന്നും വീണ്ടെടുക്കുവാൻ അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത മഹാപ്രധാന ആചാര്യനായിരുന്നു ശ്രേഷ്ഠ കാതോലിക്ക ബാവയെന്ന് പാത്രിയാർക്കീസ് ബാവ അനുസ്മരിച്ചു. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ 40ാം ഓർമ്മ ദിനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പാത്രിയാർക്കീസ് ബാവ. അന്ത്യോക്യ സിംഹാസനം പകർന്നു നൽകിയ സത്യവിശ്വാസത്തെ കണ്ണിലെ കൃഷ്ണമണി പോൽ കാത്തുപരിപാലിക്കുവാൻ ഏറെ ത്യാഗം സഹിച്ച അന്ത്യോക്യ സിംഹാസനത്തിന്റെ അനുഗ്രഹീത ശ്രേഷ്ഠ ആചാര്യനായിരുന്നു ഭാഗ്യസ്മരണാർഹനായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയെന്നും പാത്രിയാർക്കീസ് ബാവ പറഞ്ഞു. പരിശുദ്ധ സിംഹാസനം ശ്രേഷ്ഠ ബാവായ്ക്ക് യാക്കോബ് ബുർദാന എന്ന നാമധേയം നൽകിയത് അതുകൊണ്ടാണെന്നും പാത്രിയാർക്കീസ് ബാവ കൂട്ടിച്ചേർത്തു. ബാവായുടെ പ്രസംഗം ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് മെത്രാപ്പോലിത്ത പരിഭാഷപ്പെടുത്തി. ആമുഖ പ്രസംഗത്തിൽ തന്നെ വഴി നടത്തിയ പിതാവായിരുന്നു ശ്രേഷ്ഠ ബാവ എന്നും വിശ്വാസികളുടെയും പൊതുസമൂഹത്തിന്റെയും ഇടയിൽ ബാവയ്ക്കുണ്ടായിരുന്ന സ്ഥാനം ആണ് ബാവ കാലം ചെയ്തപ്പോൾ പ്രകടമായതെന്നും മലങ്കര മെത്രാപ്പോലിത്തായും കാതോലിക്കേറ്റ് അസിസ്റ്റന്റുമായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് പറഞ്ഞു. ശ്രേഷ്ഠ ബാവ കാലം ചെയ്ത സമയത്തും കബറടക്ക ശുശ്രൂഷയിലും തുടർന്ന് ഈ 40 ദിവസങ്ങൾ വരെ തുടർച്ചയായി നടന്ന വിശുദ്ധ കുർബാനയിലെയും ശുശ്രൂഷകളിലെയും 40ാം ഓർമ്മദിന പരിപാടിയിലെയും വിശ്വാസികളുടെ പങ്കാളിത്തം ബാവ ആർജിച്ച സ്വീകാര്യതയാണെന്ന് ജോസഫ് മോർ ഗ്രിഗോറിയോസ് അഭിപ്രായപ്പെട്ടു. പാത്രിയാർക്ക സെന്ററിൽ നിന്നും സഭാ ഭാരവാഹികളായ വൈദിക ട്രസ്റ്റി ഫാദർ റോയി ജോർജ് കട്ടച്ചിറ വിശുദ്ധ ഗ്രന്ഥവും, സഭാ ട്രസ്റ്റി കമാൻഡർ തമ്പു ജോർജ് തുകലൻ വിശുദ്ധ സ്ലീബായും, സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു പാത്രിയാർക്ക പതാകയും ഏന്തി വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളോടൊപ്പം പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയെയും സഭയിലെ അഭിവന്ദ്യരായ തിരുമേനിമാരെയും ദേവാലയത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. പുതുതായി നിർമ്മിച്ച കബറിടത്തിൽ ധൂപപ്രാർത്ഥന നടത്തിയ ശേഷം വിശുദ്ധ കുർബാന അർപ്പിച്ചു. മലങ്കര മെത്രാപ്പോലിത്ത ജോസഫ് മോർ ഗ്രിഗോറിയോസ്, എബ്രഹാം മോർ സെവേറിയോസ്, പരിശുദ്ധ എപ്പിസ്കോപ്പൽ സൂനഹദോസ് സെക്രട്ടറി തോമസ് മോർ തിമോത്തിയോസ്, മാത്യൂസ് മോർ ഇവാനിയോസ്, പാത്രിയാർക്കീസ് ബാവയുടെ കൂടെ വന്ന മോർ ക്ലീമീസ് ഡാനിയേൽ മെത്രാപ്പോലിത്ത, മോർ ജോസഫ് ബാലി മെത്രാപ്പോലിത്ത, പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ മലങ്കര അഫയേഴ്സ് സെക്രട്ടറി മർക്കോസ് മോർ ക്രിസ്റ്റഫോറസ് മെത്രാപ്പോലിത്ത എന്നിവർ സഹകാർമ്മികരായിരുന്നു. പത്മശ്രീ എം.എ. യൂസഫ് അലി ശ്രേഷ്ഠ ബാവായെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി. അനുസ്മരണ സമ്മേളനത്തിൽ ശ്രേഷ്ഠ ബാവായുടെ ജീവചരിത്രം അടങ്ങുന്ന 3 വാല്യങ്ങളുള്ള മലങ്കരയുടെ യാക്കോബ് ബുർദാന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും സഭാ വർക്കിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും വിശദാംശങ്ങളടങ്ങിയ ഡയറക്ടറിയും പ്രകാശനം ചെയ്തു. ശ്രേഷ്ഠ ബാവായുടെ ജീവിത നാൾവഴികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മിസ്പ മാർ ബസേലിയോസ് തോമസ് ഡിജിറ്റൽ മ്യൂസിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. കുർബാനയിലും അനുസ്മരണത്തിലും സഭയിലെ ബിഷപ്പുമാരും ബെന്നി ബെഹനാൻ എം.പി, മുൻ മന്ത്രി എസ് ശർമ്മ, എം.എൽ.എമാരായ പി.വി. ശ്രീനിജൻ, അനൂപ് ജേക്കബ്, എൽദോസ് കുന്നപ്പിള്ളി, അൻവർ സാദത്ത്, മാത്യു കുഴൽനാടൻ,
റോജി എം ജോൺ തുടങ്ങിയവരെ കൂടാതെ വൈദികരും സിസ്റ്റേഴ്സും സഭാ ഭാരവാഹികളും 10,000 കണക്കിന് വിശ്വാസികളും പങ്കെടുത്തു.